എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. കോതമംഗലം, പൂയംകുട്ടി, മണികണ്ഠൻ, ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി. ആദിവാസി മേഖലകളിലായി ഉറിയംപെട്ടി, വെള്ളാരം കുത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. യാത്രക്കാർ പൂയംകുട്ടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. കോതമംഗലം ഇലവും പറമ്പിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മഴ കനക്കുന്നതിനാൽ മലയോര മേഖലയിൽ രാത്രികാല യാത്രയ്ക്ക് കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമുണ്ട്. അഞ്ജലി ശ്രീജിത രാജാണ് വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. അഞ്ജലി, ഇടുക്കി പോലെ തന്നെ എറണാകുളത്തും അതിശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എത്തരത്തിലാണ്? യാത്രക്കാരുടെ ദുരിതമൊഴിഞ്ഞോ? ആര്യ, സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ്. മഴയെ തുടർന്ന് ദേവികുളം താലൂക്കിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ ഇടങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലും ഉച്ചയ്ക്ക് ശേഷം തുടർച്ചയായി പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകിട്ടോടെ ആരംഭിച്ച ശക്തമായ മഴയെ തുടർന്ന് കോതമംഗലം, പൂയംകുട്ടി, മണികണ്ഠൻചാൽ, ചപ്പാത്താണ് മുങ്ങിയിരിക്കുന്നത്. ഇവിടെ ഏകദേശം 10ഓളം യാത്രക്കാർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മണികണ്ഠൻചാൽ ആദിവാസി മേഖലകളായ ഉറിയംപെട്ടി, വെള്ളാരംകുത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വാഹനയാത്രയാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. യാത്രക്കാർ പൂയംകുട്ടിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മണികണ്ഠൻചാൽ ചപ്പാത്തിൽ പാലം പണിയണമെന്നുള്ള ആവശ്യം നാട്ടുകാർ കുറേയായി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഇതുവരെ ഇതിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. അതിനെതിരെ വലിയ ജനരോഷം അവിടെയുണ്ട്. അതായത് ഒരു വർഷം 6-7 തവണയാണ് ഈ പ്രദേശം ഒറ്റപ്പെട്ടു പോകുന്നത്. ശക്തമായ മഴ പ്രദേശത്ത് ഇല്ലെങ്കിലും പക്ഷെ വനമേഖലകളിൽ ഉള്ള മഴയാണ് ഇത്തരത്തിൽ ചപ്പാത്ത് മുങ്ങാനുള്ള സാഹചര്യം. ചപ്പാത്ത് മുങ്ങിയത് കൊണ്ട് തന്നെ ഈ വനമേഖലകളിൽ മഴ പെയ്യുന്നതിനാൽ ഈ മരങ്ങളെല്ലാം ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വഞ്ചി ആ രീതിയിൽ എത്തിക്കാൻ കഴിയില്ല. തുടർന്ന് ആളുകളൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇവർ അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പിന്നെ കൂടാതെ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഴ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ചെറിയ ശമനമുണ്ട്. കല്ലാർകുട്ടി ഡാമിലെ ഷട്ടറുകൾ, പമ്പളം ഡാം ഇടുക്കിയുടെയും എറണാകുളത്തിന്റെയും മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ ദുരിതങ്ങൾ തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. അഞ്ജലി ശ്രീജിത രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.